ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വീട്ടിലാണല്ലോ. അപ്പം ഉച്ചയ്ക്ക് തോരൻ വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഓമയ്ക്ക തോരൻ വെക്കാൻ. അങ്ങനെ മമ്മി ഓമയ്ക്ക കുത്തിയിടാൻ വേണ്ടി പോയതാണ്. പക്ഷേ കുത്തിയിട്ടതോ അത് അപ്പുറത്ത് അയ്യത്ത് പോവുകയും ചെയ്തു. അങ്ങനെ എന്നെ വഴക്കൊക്കെ പറഞ്ഞിട്ട് അത് പോയി എടുക്കാൻ വേണ്ടി ഇറങ്ങി പോവാം. വേറെ 2 ഓമയ്ക്ക പഴുത്തത് വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. അത് കഴിക്കണം. കുറേ നാളെ ഓമയ്ക്ക പഴുത്തത് കഴിച്ചിട്ട്, അപ്പോൾ അത് കഴിക്കണം. അങ്ങനെ അമ്മി പോയി ആ ഓമയ്ക്ക എന്നോട് തന്നെ പോയിട്ടുണ്ട്. നമ്മളല്ലെങ്കിൽ നമ്മളവിടെ നിന്ന് വീഡിയോ മാത്രം എടുത്തുകൊണ്ട് നിൽക്കും. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ കപ്പയും ബീഫും കൂടെ കറി വെക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ കപ്പ വേവിക്കാമെന്നൊക്കെ വെച്ചു. അങ്ങനെ ഞാൻ പിന്നെ അത് കപ്പയൊക്കെ പൊളിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. പൊളിക്കത്ത് മാത്രമേ ഉള്ളൂ, അരിയത്തില്ല കേട്ടോ. അരിയുന്നതൊക്കെ മമ്മിയാണ്. സൂപ്പർ കോമ്പിനേഷൻ അല്ലേ, കപ്പയും വേവിച്ചതും ബീഫ് കറിയും. നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ബീഫ് കറി എന്ന് പറഞ്ഞതുപോലെ കപ്പയും ബീഫ് കറിയൊക്കെ സൂപ്പറല്ലേ. അത് ഇഷ്ടപ്പെടാത്തത് ആരാ ഉള്ളതല്ലേ. ഇങ്ങനെ ഞാൻ കപ്പയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുക. പൊളിച്ചിട്ട് പിന്നെ മമ്മിയുടെ കൊടുക്കും കേട്ടോ. പിന്നെ അരിയുന്നതൊക്കെ മമ്മിയാണ്. പിന്നെ ആണെങ്കിൽ മമ്മി ബീഫ് കറി വെക്കാൻ വേണ്ടി ഉള്ളിയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് അതൊക്കെ ഉള്ളിയൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതൊക്കെ വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് ബീഫൊക്കെ ഇട്ടു. ഞാൻ പിന്നെ നമ്മുടെ കപ്പയ്ക്ക് ചതയ്ക്കണമല്ലോ തേങ്ങ. അങ്ങനെ ഇതിന് വേണ്ടിയുള്ള തേങ്ങയൊക്കെ തിരുമിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല കാന്താരിയൊക്കെ ഇട്ടാൽ തേങ്ങ ചതയ്ക്കുന്നത് കേട്ടോ. നമ്മുടെ അയ്യത്ത് തന്നെ ഉണ്ടായ കാന്താരി ഇരിപ്പുണ്ട്, ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, കുറേ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞൊരു കവർ നിറച്ച് കാന്താരി ഇരിപ്പുണ്ട്. മറ്റേ വെള്ളക്കാന്താരിയാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് വേണം തേങ്ങ ചതച്ചെടുക്കാൻ. അപ്പം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇന്ന് എന്താണ് ലഞ്ചിന്? അങ്ങനെ മമ്മി പിന്നെ കപ്പയൊക്കെ അടുപ്പിൽ വെച്ചു കേട്ടോ. കപ്പയൊക്കെ അരിഞ്ഞ് അതൊക്കെ വെച്ചു. പിന്നെ ഞാനാണെങ്കിൽ കപ്പയ്ക്ക് വേണ്ടി തേങ്ങയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ബീഫ് കറിയൊക്കെ റെഡിയായി. ഇനി എന്താണ്, അതൊന്ന് കഴിച്ച് നോക്കണം. അതാണ് നമ്മുടെ പരിപാടി. പിന്നെ അത് കഴിക്കാതെ എന്താണല്ലേ. ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ പ്രത്യേകിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാനൊന്നും ഇല്ല കേട്ടോ. സൂപ്പറാണ്, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ചൂടോടുകൂടിയ കപ്പയും ബീഫ് കറിയൊക്കെ കഴിക്കുന്നതേ എന്തോ ഒരു രസമാണെന്നറിയാമോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.